കരുവാരക്കുണ്ടിലെ നരഭോജി കടുവക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെയും ഇന്നും ഈ കേരള എസ്റ്റേറ്റിന് സമീപത്താണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. അവിടുത്തെ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്? തെരച്ചിൽ കഴിഞ്ഞ 6-7 ദിവസമായിട്ട് നേരത്തെ ഇവിടെ മരണപ്പെട്ടല്ലോ, ആ പ്രദേശത്താണ് ഇവിടെ തെരച്ചിരുന്നത്. അവിടെ ഒരു സ്കൂള് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ സംവിധാനങ്ങളും അവിടെ നിലവിലുണ്ട്. അവരാ മല കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒരു പുരോഗതിയും നിലവിൽ ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിന്നും ഈ പ്രദേശത്തായിരിക്കും എന്ന് കരുതുന്നത്. അത് മറ്റൊരു കടുവയെന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അറിയില്ല. ഇനി അതേ കടുവയാണോ, ഈ ഗഫൂർ എന്ന വ്യക്തിനെ കൊന്ന കടുവയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഏതായിരുന്നാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ ഈ കേരള സ്റ്റേറ്റ് ഈ മേഖലയൊക്കെ ഇതിന്റെ പാടുകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം ആയിട്ടില്ല ഈ കേരള സ്റ്റേറ്റ് സി ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടും ഇതിന്റെ നേരിട്ട് കാണുകയുണ്ടായി. അതൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് മെസ്സേജ് അറിയിച്ചും അതിന്റെ എല്ലാ രേഖകളും അവർക്ക് കൈമാറിയാണ്. ഇന്ന് വരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരിലും ഭാഗത്ത് നിന്നും ഇവിടേക്കൊരു ഈ വിഷയത്തിൽ നീതി ഈ പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെയാണ് ഇയാളാണ് ഇവിടെ ഓട്ടോ ഡ്രൈവറാണ്. ഇയാൾ കയറി പോരുന്ന സമയത്താണ് ഈ പാണ്ടിക്കാടിലൊരു മെഡിക്കൽ റെപ്പർ, അയാൾ ഡോക്ടർ വരാൻ വൈകിയതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വെറുതെ സന്ദർശിക്കാൻ വന്നതാണ്. സന്ദർശിക്കാൻ വന്നപ്പോൾ അയാൾ മൂത്രമൊഴിക്കാൻ ഇരുന്ന സമയത്താണ് ഈ പുലി ഈ റബ്ബർ എസ്റ്റേറ്റിലൂടെ ഈ കാട്ടിലേക്ക് പോകുന്നത് കണ്ടത്. അങ്ങനെ ഇയാൾ അവിടെ ഓട്ടോ ട്രിപ്പ് പോകുമ്പോഴാണ് ഇയാളോടാണ് ഫസ്റ്റിൽ സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, നാട്ടുകാരെല്ലാവരും കൂടി അവിടെ കൂടി ഈ സ്പോട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെ ഈ സാധനം കിടക്കുന്നുണ്ട്. ഇത്രയും ജനങ്ങൾ കൂടുമ്പോഴും അപ്പോഴൊന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എത്തിത്തുടങ്ങണുള്ളൂ. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളത് ഇന്ന് പിടിക്കും, നാളെ പിടിക്കും. അവിടെ കുറെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, വേറെ ഇടുക്കി ജില്ലയിൽ നിന്നോ ഏതൊക്കെ കുറെ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു, കൂട് സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയും കൂട് കൊണ്ടുവരുന്നതായിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പോയുണ്ട് ഈ പൊയിൽ അവിടെ ഇവിടെ ഒന്നും നിൽക്കാൻ കഴിയൂല. നമുക്ക് ഓട്ടോ കൊണ്ട് മേലത്തെ ആൾക്കാരെ കൊണ്ട് മേലേക്ക് പോകണം, അത് നടക്കൂല. ഈ കുഞ്ഞു കുട്ടികൾ ഫുള്ളും മദ്രസക്ക് ഇതിലേ പോണത്, ആ വളവിലൊക്കെ കാടാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് നിൽക്കും? ഈ നാട്ടുകാർ ഞങ്ങൾക്ക് പോയിട്ട് ജീവിക്കണ്ടേ? ഈ ഒരു സാധനത്തിനെ കണ്ടിട്ട് അവിടെ വേറൊന്നുണ്ട് ഇവിടെ വേറൊന്നുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർ ഒരാളും പണിക്കോണില്ല. ഇവിടുന്ന് ടൗണിലേക്ക് മാത്രമേ ഓട്ടം കിട്ടുള്ളൂ. മലയത്തെ ആൾക്കാരാക്കണം അവിടെ. ഓൾക്ക് കീപ്പട്ട് ഇറങ്ങാൻ കഴിയൂല. ഞങ്ങളെങ്ങനെ ധൈര്യമായിട്ട് പോകാൻ കഴിയും? നമുക്ക് 1, 2, 10 ആളുടെ ഒരു കാര്യമല്ല, 10-50 ആൾക്കാർ ഇന്നലെ ഞങ്ങൾ അവിടെ കണ്ടപ്പോണ്ട്. ഈ 50 ആൾക്കാർ മണ്ടാനാ നിൽക്കുന്നത് ഇതിന്റെ നീളം വലുപ്പം കണ്ടിട്ട്. പിന്നെ ഫോറസ്റ്റ് വണ്ടി ഒരു 4 വണ്ടി, നാട്ടുകാരെ വണ്ടി 10-25 വണ്ടി, ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ധൈര്യമില്ല. ഈ സാധനം എങ്ങോട്ട് പേര് പറയാൻ പറ്റുമോ? 4 ലൈൻ അപ്പുറത്താണ് 8 മാസം മുന്നേ 2 ആടിനെ ഈ കടുവ വശിച്ചത്. ജനങ്ങൾ പോയി കണ്ട സ്പോട്ടാണിത്. ഈ 4 ലൈൻ അപ്പുറം അത്രയും ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. പിന്നെ ഇവർ ഈ പറഞ്ഞ മാതിരി കൂട് വെച്ചാൽ ആ കെണിയിൽ ആ കടുവ കൊടുക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അവർ വേറെ എവിടുന്ന പിടിച്ച് കൊണ്ടു വിട്ടതാണ് ഞങ്ങൾക്ക് സംശയം. ഇതിന് മുന്നേ ഒരു 6-7 മാസം മുന്നെയാണ് ഇപ്പോൾ ഇവിടെ കൂട് വെച്ച് 3-4 ആഴ്ചകളോളം ആ കൂടാട് വെച്ച് ആടിനെ തീറ്റയും കൊടുത്താണ്ട് അവിടെ എത്തി. അതിന്റെ അടുത്ത് പോലും ആ ജീവി വന്നിട്ടില്ല. ഇതിപ്പോ ഇന്നലെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവിടെ നേരിട്ട് കണ്ട കടുവനെ പിടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നേരല്ല. വനം വകുപ്പിനെതിരെ വളരെ വലിയ ഒരു വിമർശനം ഇവർ ഉന്നയിക്കുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഉടൻ വെടിവെക്കും, ഉടൻ പിടികൂടുമെന്ന ഒരു മറുപടിയല്ലാതെ മറ്റൊരു തൃപ്തികരമായിട്ടുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്യാമറമാൻ അനുരൂപ് ചിക്കോടിനൊപ്പം യൂനുസ് അഹമ്മദ്, മലപ്പുറം.